Hello CCNs, this is CC5 and welcome to yet another episode of Season 5. Today we are joined by two incredible alumni. അവരുടെ ക്യാമ്പസ് അനുഭവങ്ങളും വിശേഷങ്ങളും അറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചാലോ. സോ ഇന്ന് നമ്മളോടുള്ളത് നമ്മുടെ രണ്ട് അലൂമിനീസ് ആണ്, ഹരികുമാർ പി ആൻഡ് തുഷാർ ടോം. അപ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അപ്പം വെൽക്കം ടു CC5. എന്താണ് നിങ്ങളിപ്പോൾ കറണ്ടായിട്ട് ചെയ്യുന്നതെന്ന് പറയാമോ? ഓക്കെ, ഞാനിപ്പോൾ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാണ്. മാസ്റ്റേഴ്സ് തീർന്നു, 2 ദിവസം മുമ്പായിരുന്നു എൻ്റെ തീസിസ് ഡിഫെൻസ്. ഞാൻ 2 വർഷം യൂണിവേഴ്സിറ്റിയിൽ കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് 1 വർഷം മെഴ്സിഡീസിൽ ഇൻറ്റേൺ ആയിട്ട് ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ആയിട്ട് തീസിസ് ചെയ്തു അവിടെ. അപ്പോൾ 1 വർഷത്തെ എക്സ്പീരിയൻസ് മെഴ്സിഡീസിൽ നിന്നുണ്ട്. അപ്പോൾ അവരവരുടെ ഒരു പ്രൊജക്റ്റ്, കമ്പനിയിലെ ആവശ്യമുള്ള ഒരു പ്രൊജക്റ്റ് നമുക്ക് പിള്ളേരെ കൊണ്ട് ടെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് ഒരു തീസിസ് എഴുതാം. ഒരു കേസ് സ്റ്റഡി, നല്ല ഡിഫൈൻഡ് നല്ല സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി അവർക്ക് വേണം. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, ഒരു പുതിയ ടെക്നോളജി പുതിയ സാധനത്തിൽ വർക്ക് ചെയ്ത് അവർക്ക് ബെനിഫിറ്റ് എന്താണ് അതിനകത്തുനിന്ന് ഉണ്ടാവുക, അങ്ങനത്തെ ഒരു സ്റ്റഡിയാണ് ബേസിക്കലി. അത് നമ്മൾ ചെയ്തു, സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഐ ജസ്റ്റ് ഫിനിഷ് മൈ മാസ്റ്റർ തീസിസ് ആൻഡ് ഐ ഹാവ് ടു നൗ ലുക്ക് ഫോർ എ ഫുൾ ടൈം ജോബ്. And I'm checking multiple perspectives, also thinking about starting a company of my own. ഞാൻ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് R&Dയിലാണ്. ഞാൻ V-Guardലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, ഓൾസോ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ അങ്ങനെയുള്ള ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഇലക്ട്രോണിക്സ്, പിന്നെ ഇലക്ട്രോണിക്സ് മാത്രമല്ല എല്ലാ രീതിയിലും മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ, അങ്ങനെയുള്ള എല്ലാ ഇതിലും വർക്ക് ചെയ്യണം. അങ്ങനെ ബേസിക്കലി എൻ്റെ ഒരു ഇപ്പോഴത്തെ സ്ട്രക്ചർ. പ്രീവിയസ്ലി ഞങ്ങളിവിടെ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് പോലെ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഗോയിങ് ഓൺ ആണ്. കോഡ്രാടെക് എന്നാണ് അതിൻ്റെ പേര്. സോ ഇവനും അതിൻ്റെ ഭാഗമായിരുന്നു. തുഷാറും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കോ സ്ട്രക്ചർ എലമെൻ്റായിട്ട്. അതും ഇപ്പോഴും ഓൺ ഗോയിങ് ആണ്. മൈ ഫ്രണ്ട്സ് ആർ ഗോയിങ് ഓൺ വിത്ത് ദാറ്റ്. ദാറ്റ്സ് അപ്പ് വിത്ത് മീ. അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് തിരിച്ച് CC-യിലേക്ക് വന്നത്. അപ്പം എന്ത് തോന്നുന്നു? CC-യിലേക്ക് വരുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. സ്ട്രക്ചറിലാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക, നമ്മൾ പണ്ട് കോളേജിലേക്ക് കയറുന്ന ഒരു ചാം ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. അത് കുറച്ച് ഒരു പൊടിക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന ഒരു ഇതുണ്ട്. വാട്ട് എവർ, അതാണ് ബേസിക്കലി ഒരു ഇതെന്ന് പറയുന്നത്. ലൈക്ക് ഒരു CC എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ബേസിക്കലി ഞാൻ വേറൊരു കോളേജിൽ നിന്നാണ്, ഞാൻ ലെറ്റർ എൻ്റർ വന്നതാണ്. അപ്പോൾ ആ കോളേജിൽ നിന്ന് ഇവിടേക്ക് വന്നപ്പം ഇറ്റ്സ് വാസ് ലൈക്ക് സംതിങ് എ ഹ്യൂജ് ഗ്രൗണ്ട്. സോ അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. മറ്റിടത്ത് പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്യാൻ കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഒരു മിസ്സിങ് ഔട്ട് ഫാക്ടറായിട്ട് തോന്നുന്നുണ്ട്. വാട്ട് എവർ, ടൈം ചേഞ്ചസ്. എൻ്റെ എക്സ്പീരിയൻസ് കോളേജ് വന്നിട്ടാണ് എനിക്ക് എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. എനിക്ക് അവസരങ്ങൾ തന്ന സ്വാതന്ത്ര്യം, ഓൺ ദ ബെസ്റ്റ് തിങ് ദാറ്റ് ദ കോളേജ് ഗേവ് മീ വാസ് ദ ഫ്രീഡം. എന്ത് വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാനായിട്ടും ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യാനും പുറത്ത് വേറെ കോളേജുകളിൽ പോകാനും എല്ലാത്തിനും ഒരു സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ പണ്ട് എനിക്കൊരു ലെഗസി IEEE ആയിട്ടും CC-യുടെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് കെയിം ഔട്ട് റിയലി വെൽ. ഞങ്ങൾ റോബോത്തോൺ നടത്തി, നാഷണൽ ലെവൽ ഇവൻ്റായിട്ട് വളരെ നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്തു പോയി. ആൻഡ് ഇറ്റ് വെന്റ് അവേ വിത്ത് ഓൾ ദ കൊറോണ വൈറസ്. ആൻഡ് ആ പാൻഡമിക്കോടുകൂടി അതൊരു ഹാർഡ് സ്റ്റോപ്പായി. ബട്ട് ഇറ്റ് ഈസ് റിഫ്രഷിംഗ് ടു സീ Revathon, like another series that's beginning, and the unity, the structure. I really like the way they are organized. നല്ല രീതിയിൽ അവർക്ക് ഓൺലൈൻ പ്രസൻസും ഉണ്ട്, നല്ല രീതിയിൽ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഐ ആം സൂപ്പർ പ്രൗഡ് ടു സീ ദാറ്റ്. ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോഴും ഞങ്ങൾ ഒരുപാട് അലുമിനൈസ് ഉണ്ട്. അവരെല്ലാവരും ഈ ഓൺലൈൻ കാണുമ്പോൾ അവർക്ക് കോളേജിൻ്റെ മെമ്മറീസ് പെട്ടെന്ന് വരികയും വളരെ സന്തോഷമാണ് നിങ്ങളിങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കാണാൻ. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഐ ആം റിയലി ഗ്ലാഡ് ടു സീ ദാറ്റ്. അപ്പം തിരിച്ചു വന്നപ്പം കോളേജിൽ ആദ്യം നോട്ടീസ് ചെയ്ത കാര്യം എന്തായിരിക്കും? ഞങ്ങൾ ഏറ്റവും കൂടുതൽ നിന്ന ക്ലാസ് റൂം 108,
അതിന് മുമ്പിലാണ് ഞാൻ ഇപ്പോൾ പോയി നിന്നത്. ലൈക്ക് എ റഷ് ഓഫ് മെമ്മറീസ് റൈറ്റ്. ഒരുപാട് നാൾ എല്ലാ ദിവസവും 9 to 5 വരുന്ന സ്ഥലത്ത് നമുക്ക് മെമ്മറീസ് ഉണ്ടായേ പറ്റുള്ളൂ. എന്തോരം മണ്ടത്തരങ്ങൾ കാണിച്ചതാണ്, എന്തോരം പേരുടെ എന്തോരം കണ്ടതാണ് നമ്മൾ. ഡ്രാമ, ഫ്രണ്ട്ഷിപ്പ്, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്, അതിൻ്റെ സൊല്യൂഷൻ, ഇറ്റ്സ് ഓൾ എ റൺ ത്രൂ ദ ജോഗിങ് ത്രൂ ദ മെമ്മറി ലെയിൻ. ദാറ്റ്സ് റിയലി റിഫ്രഷിങ്. ഐ റിയലി ലവ് ടു ഡു ദാറ്റ്. ഇപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് ആണെങ്കിൽ തന്നെ പണ്ടത്തെ ഫോട്ടോസ്, കോളേജിൽ നടന്ന കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് റിയലി ബ്രിങ്സ് ബാക്ക് എ ലോട്ട്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ മെമ്മറീസിൻ്റെ കാര്യം ചേട്ടൻ പറഞ്ഞപ്പം ഏതെങ്കിലും ഒരു മോസ്റ്റ് മെമ്മറബിൾ മൊമെൻ്റ് ഉണ്ടോ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത? അതിവിടെ ഏത് ഇവന്റ് നടന്നാലും ഒരു മെമ്മറിയാണ്. കോളേജ് ഫെസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആർട്സ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എല്ലാവരും ഒരു എന്താ പറയുക, ഈവൻ ഇഫ് ഹോളിക്ക് എല്ലാവരും ഇവിടെ യൂണിഫോം ഇട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളർ ചെയ്ത് അടക്കുന്നത് പോലും ഒരു മെമ്മറിയാണ്. ലൈക്ക് അന്നേരം നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ആണ്. ഒരു 2-3 years കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് തുഷാർ പറഞ്ഞ പോലെ നമ്മൾ ആ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ we are like that, we are in a group, we are like in a family. So അതൊരു വലിയൊരു എന്താ പറയുക, ഒരു ഹാർഡ്ഷിപ്പാണ്, ഒരു എന്താ പറയുക, ഒരു ഇതാണ്. നമുക്ക് കൂടുതൽ നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് കൊളാബറേറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു 60 പേരുണ്ടെങ്കിൽ 60 പേരും 60 ഇതായിരിക്കും. നമ്മൾ 60 പേരുടെ ഒരു ഫാമിലിയിലേക്കാണ് നമ്മൾ 60:1 എന്ന ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ എല്ലാം ബെറ്റർ മെമ്മറീസാണ്. അത് ഒന്നിച്ചു പോകുന്നതാണേലും അടിയിടുന്നതാണേലും എല്ലാം ഗുഡ് മെമ്മറീസ്. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് പറയാമോ? എനിക്ക് പറയാൻ കുറേ എണ്ണം ഉണ്ട്. ഈച്ച് വൺ ഓഫ് ദം ബ്രിങ്സ് എ സ്മൈൽ ടു മൈ ഫേസ്. ഭയങ്കര രസമാണ് അത് എനിക്ക് ആലോചിച്ചിരിക്കാൻ. ഞാൻ പർട്ടിക്കുലർലി IEEEയുടെ ഒരു സാധനം ഓർക്കുന്നുണ്ട്. IEEEക്ക് IEEE സൈറ്റിൻ്റെ എങ്ങാണ്ട് ഒരു നാഷണൽ ഡേ, IEEE ഡേ എങ്ങാണ്ട് ആഘോഷിക്കുക. അപ്പോൾ അതിനൊരു ഫോട്ടോ എടുക്കണമായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ മുമ്പത്തെ ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിലുള്ള ഒരു I don't know 10 foot tall, ഈവൻ മോർ ദാൻ ദാറ്റ്, അത്രയും വലിയൊരു ലാഡർ ഉണ്ട്. നമ്മുടെ കോളേജിന്റെ മെയിൻ ഇതുണ്ടല്ലോ ഓഡിറ്റോറിയം, അതിന്റെ ഏറ്റവും മേളിൽ വരെ എത്താൻ പറ്റുന്ന ഒരു ലാഡർ. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ഒരാൾ ഫോട്ടോ എടുക്കണം. ആര് കയറും? ഞാൻ കയറും. ഞാനത് കയറി ഏറ്റവും മുകളിൽ ചെന്ന് കാല് വിറയ്ക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു DSLR കൊണ്ട് എല്ലാ IEEE സ്റ്റുഡൻസിനെയും നിർത്തി അവർക്ക് കുറേ IEEE ബലൂണും വലിയൊരു ഫ്ലെക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുക. എന്ത് കാര്യത്തിനാണോ, പക്ഷേ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ്. നമ്മുടെ ഡ്രോൺ ഇല്ല, അപ്പോൾ നമുക്കത് സിമുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതാണ് ക്ലോസസ്റ്റ് മാച്ച് വി ക്യാൻ ഗെറ്റ്. അപ്പോൾ കോളേജ് ബാക്ക്ഗ്രൗണ്ടിലും വേണം. അത് കാരണം കോളേജിന്റെ മുകളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഈ ഇതിന്റെ മുകളിൽ 10 അടി മുകളിൽ കയറി നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. കൈ വിറച്ചിട്ടാണെങ്കിലും നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. ആ എക്സ്പീരിയൻസ് തരുന്ന I don't know, like this doesn't translate to anything. എനിക്കിതിൽ നിന്ന് പൈസ കിട്ടാനോ പ്രശംസ കിട്ടാനോ ഒന്നുമില്ല. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്, അതിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ് ഇമ്മെൻസ് ആണ്. അതാണ് നമുക്ക് വേണ്ടത്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വെൻ യു മൂവ് ഔട്ട് ഓഫ് കോളേജ് യു ഷുഡ് ബി എ കോൺഫിഡൻറ്റ് പേഴ്സൺ. അതാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം കിട്ടുന്നത്. അപ്പം ചേട്ടൻ പറഞ്ഞു ഇതൊരു പ്ലാറ്റ്ഫോമാണ് ഫോർ ഫ്രീഡം, അങ്ങനത്തെ കാര്യം പറഞ്ഞു. അപ്പം ഏറ്റവും ഒരു ഫാക്കൽറ്റിന്ന് കിട്ടുന്ന ഏറ്റവും ഒരു സപ്പോർട്ട് നമുക്ക് വലുതല്ലേ. അപ്പം അങ്ങനെ ഒരു ഫേവറേറ്റ് ഫാക്കൽറ്റി മെമ്പർ ഉണ്ടായിരുന്നു? ഫേവറേറ്റ് ഫാക്കൽറ്റി മെമ്പർ, അത് ഞാൻ ഒരാളുടെ പേര് പറഞ്ഞ ബയസായി പോകും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളുടെ അടുത്ത് പേര് പറയുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓൾ ദ സട്ടിൽ സെൻറ്റൻസസ് ദാറ്റ് ദേ ഗിവ് ഇൻ ടേംസ് ഓഫ് സപ്പോർട്ട് ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. ഇങ്ങനെ വലിയ ഇതായിട്ടുള്ള വലിയ ഡ്രമാറ്റിക്കോ അല്ലെങ്കിൽ എടാ ക്ലാസ്സിൽ നിർത്തി നിന്നെ പോലെ ആവണം അങ്ങനെയൊന്നും അല്ല. എടാ നീ അന്ന് ചെയ്ത് നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരൊറ്റ സിമ്പിൾ സെൻറ്റൻസ് മതി. ദാറ്റ് വിൽ പ്രൊപ്പൽ യു ടു പെർസ്യൂ ദി തിങ്സ് ഫർദർ. ആൻഡ് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ഈ പറഞ്ഞ സട്ടിൽ കോൺഫിഡൻസ് തരുന്ന കാര്യങ്ങൾ നമുക്ക് ഈവൻ ഇഫ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ചാലഞ്ചസ് നമുക്ക് തരുന്ന ഓരോ ട്രബിൾസ് അലോങ് ദ വേ, നമുക്ക് ഓരോ ബോട്ടിൽ നെക്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും എടാ നീ ഇത് ഇന്ന സമയം കൊണ്ടിൽ തീർത്താലേ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദോസ് വെർ ആക്റ്റീവ് ചാലഞ്ചസ് ദാറ്റ് യു വിൽ കൺഫ്രണ്ട് ഇൻ ദ ഇൻഡസ്ട്രി ഓൾസോ, ആൻഡ് ദോസ് വിൽ പ്രിപ്പയർ യു ഫോർ ദാറ്റ്. അപ്പോൾ ഈവൻ ദോസ് ചാലഞ്ചസ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്. നമുക്ക് എല്ലാം പഠിത്തത്തിൻ്റെ ഭാഗമാണ്, നോട്ട് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ലേണിംഗ്. ഐ എം ഓൾ ഇൻ ഫോർ ടെക്സ്റ്റ് ബുക്ക് ലേണിംഗ്. സ്ട്രക്ചർഡ് ലേണിംഗ് ഈസ് ഓൾവേസ് ഗുഡ്, but it's these additional factors that chip in when you become a professional.
അപ്പോൾ ഏതിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്? അക്കാഡമിക് ലൈഫിനാണോ അതോ ലൈക്ക് കോ കരിക്കുലർ ആയിട്ടുള്ള എന്നെ നീ ആക്ടിവിറ്റീസ്? പണിയിലാക്കും. അതൊരിക്കലും നമുക്ക് അങ്ങനെ അക്കാഡമിക് ഓർ കോ കരിക്കുലർ എന്നത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് രണ്ടുകൂടെ മിക്സപ്പ് ചെയ്താൽ ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ നമ്മൾ പഠിക്കുന്നത് ജസ്റ്റ് ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളല്ല. വാട്ട് വി ക്യാൻ ഡൂ വിത്ത് ദാറ്റ് എന്നാണ്. ഇപ്പം നമ്മൾ എന്തിനാണ് മാത്സ് പഠിക്കുന്നത് സെക്കൻഡ് ഇയർ വരെ? ബിക്കോസ് നമുക്കിപ്പോൾ ഉള്ളത് എയുടെ ബേസ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീപ്പ് ലെവലിൽ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തിന് നമ്മളവിടെ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് ഒരു സാധനം കോർഡിനേറ്റ് ചെയ്യുന്നത്? നമ്മളൊരു ഇൻഡസ്ട്രിയിൽ ചെന്നു, നമുക്കവിടെ ഒരു 10 ടീം മെമ്പേഴ്സ് ഉണ്ടാവും. അവരെ കോർഡിനേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കൊരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് സ്ട്രക്ചറായിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ബേസ് ലെവലിൽ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയാൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് ഒരു സ്റ്റേജിൽ കയറി ഒരു പരിപാടി അവതരിപ്പിക്കുന്നത്? ഒരു മാനേജ്മെൻറ്റ് ലെവലിൽ നമ്മൾ പോയി നാളെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേജ് ഫ്രൈറ്റ് ഒഴിവായി കിട്ടണം. അതും ഒരു പാർട്ടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. സോ രണ്ടും ബേസിക്കലി ആവശ്യമുള്ള ഒരു എലമെൻ്റാണ്. ഞാൻ ആഡ് ചെയ്യണോ? ഐ തിങ്ക് ഈ പറഞ്ഞ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇറ്റ്സ് നോട്ട് സപ്പോസ് ടു ബി എ സെപ്പറേറ്റ് തിങ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ലേണിംഗ് പ്രോസസ്. എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആവണം. അതിനകത്ത് ആക്റ്റീവായിട്ട് ചെയ്യുന്ന ലീഡർഷിപ്പ് റോളുകൾ എടുത്ത് ഈ പറഞ്ഞ IEEE ഓരോ പ്ലാറ്റ്ഫോമിൽ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ കയറി സോഷ്യലൈസ് ചെയ്യാനും ആൾക്കാരുടെ അടുത്ത് ഡീൽ ചെയ്യാനും സംസാരിക്കാനും പഠിക്കുന്ന സ്കില്ലാണ് ഇനി അങ്ങോട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം. ലൈക്ക് ഇറ്റ്സ് നോട്ട് കോഡിങ് ഫോർ ദ സേക്ക് ഓഫ് കോഡിങ്. ഇറ്റ്സ് നോട്ട് ഡിസൈനിങ് ഫോർ ദ സേക്ക് ഓഫ് ഡിസൈനിങ്. ഇറ്റ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്ത് പീപ്പിൾ. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? നമുക്ക് ആൾക്കാരുടെ അടുത്ത് ഈ ഐഡിയാസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് ആക്കാൻ പറ്റുമോ? നമുക്കിതിനെ ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ കൊടുക്കാൻ പറ്റുമോ? At the end of the day, company or anyone, even your own company that you want to think about, അത് എന്ത് ബാക്കിയുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു? വാട്ട് വാല്യൂ ഡസ് ഇറ്റ് ആഡ് ടു അതേഴ്സ്? ആ ഒരു ഫിലോസഫിയിലാണ് IEEE വർക്ക് ചെയ്യേണ്ടതും ചെയ്യുന്നതും. എങ്ങനെയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം വെച്ചിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കുകയാണ്. ആൻഡ് യു ഹാവ് ടു സ്റ്റേ നിമ്പിൾ. ആ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇസ് നോട്ട് സെപ്പറേറ്റ്. ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ലേണിംഗ് പ്രോസസ്. അപ്പോൾ ഈ പറയുന്ന നിമ്പിൾനെസ് ആയിട്ട് വളരെ ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്ന IEEE അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അഡാപ്റ്റേഷൻ ഇസ് കീ. സർവൈവൽ ഇസ് ഡിപ്പെൻഡൻ്റ് ഓൺ അഡാപ്റ്റിംഗ്. ആൻഡ് എത്ര നന്നായിട്ട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നോ ദാറ്റ് ഇസ് കീ. ആൻഡ് AI ജസ്റ്റ് മേക്സ് ഇറ്റ് മോർ പ്രൊമിനൻറ്റ്. ഈ ഇതിൽ വേൾഡ് ഇസ് അഡ്വാൻസിങ് സോ ഫാസ്റ്റ്. ഇഫ് യു നീഡ് ടു കീപ്പ് അപ്പ് വിത്ത് ദാറ്റ് യു നീഡ് ടു ബി നിമ്പിൾ ആൻഡ് അഡാപ്റ്റിംഗ്. ആൻഡ് IEEE ക്യാൻ ഡു ദാറ്റ്. ഈ പറഞ്ഞ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റ് കാണുന്ന സാധനം ദാറ്റ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഹാസ് ടു മൂവ് അറ്റ് ദ പേസ് ഓഫ് ടെക്നോളജി. ബിക്കോസ് സ്ട്രക്ചേർഡ് ലേണിംഗ് ദാറ്റ് യു സീ ഇൻ ടെക്സ്റ്റ് ബുക്ക് ക്യാൻ നോട്ട് ഡു ദാറ്റ്. നിങ്ങളുടെ മുമ്പിലുള്ള ടെക്സ്റ്റ് ബുക്ക് അടിച്ച് നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ എത്ര വർഷത്തെ എഡിറ്റിങ്ങും ക്യൂറേഷനും കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവർക്ക് ബൈ ഡിസൈൻ ദേ കനോട്ട് കീപ്പ് അപ്പ് വിത്ത് ദ അഡ്വാൻസ്മെൻറ്റ്സ്. അതുകൊണ്ട് IEEE റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ സൊസൈറ്റി ദേ ഷുഡ് ബി ദ കർസ്പ് ഓഫ് വാട്ട് ദേ ഡു. റോബോട്ടിക്സിൻ്റെ കർസ്പിൽ നിന്ന് എന്താണ് നടക്കുന്നതെന്നുള്ളത് പിള്ളേരിലോട്ട് എത്തിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് IEEE അവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ആരാണ് അയാൾ? ആരാണ് അയാൾ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളെ അങ്ങനെയാണ് നേരിടേണ്ടത്. അതാണ് അതിൻ്റെ റോള്. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ. അതിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആരാണ് അയാൾ എന്നുള്ളതിൻ്റെ ഉത്തരം ഇതാണ്. അപ്പം അന്ന് പഠിച്ച സബ്ജക്റ്റിൽ അന്ന് വിചാരിക്കും ഇതെന്തിനാ പഠിക്കുന്നത്, പക്ഷെ ഇപ്പം ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു സബ്ജക്റ്റ്? അടിപൊളി. വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു സബ്ജക്റ്റും ഇല്ല. പക്ഷെ എന്നെ ചിന്തിക്കാൻ പഠിപ്പിച്ച കുറേ സബ്ജക്റ്റുകളുണ്ട്. ഈ സാധനം റിഗർജിറ്റേറ്റ് ചെയ്ത് എനിക്ക് അതുപോലെ തന്നെ റിപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആരും എൻ്റെ അടുത്ത് ചോദിക്കില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത്. ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റ് ഇസ് എ വേ ഓഫ് തിങ്കിങ്. ഇറ്റ്സ് നോട്ട് നോളജ്. ഇറ്റ്സ് നോട്ട് എ സ്റ്റാറ്റിക് നോളജ് ദാറ്റ് യു ആർ തിങ്കിങ്. ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്. ആ മൈൻഡ് സെറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഓരോ പ്രോബ്ലത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്നതും അതിൻ്റെ പോസിബിൾ ഫെയിലിയേഴ്സ് ആലോചിക്കുന്നതും അതൊക്കെയാണ് എഞ്ചിനീയറിംഗ്.
ദാറ്റ് ഈസ് എഞ്ചിനീയറിങ്. അല്ലാണ്ട് ഓക്കെ വിക്കിപീഡിയ ഡെഫിനിഷൻ ഓഫ് എഞ്ചിനീയറിംഗ് അല്ല നമ്മുടെ അതല്ല നമ്മൾ നോക്കുന്നത്. ഇറ്റ്സ് അബൌട്ട് ദിസ് മൈൻഡ് സെറ്റ് ഓഫ് സോൾവിങ് പ്രോബ്ലംസ് ദാറ്റ് കം അപ്പ് ഓൺ എ ഡേ ടു ഡേ ബേസിസ്, ഹൗ യു അപ്രോച്ച് ഇറ്റ്. എനിക്ക് വളരെ നല്ല ഒരു എക്സാമ്പിൾ പറയാനുള്ളത് ഷാൻ ജിയോ കുക്കിംഗ് ചാനലാണ്. ഞങ്ങളെ പോലെയുള്ള ബാച്ചിലേഴ്സ് പുറത്ത് പോയി തന്നെത്താനെ കുക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്നത് ഏറ്റവും ആ പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ പുള്ളിയുടെ അപ്രോച്ച് നിങ്ങൾ നോക്കിയാൽ 5 മിനിറ്റിൽ ഒരു ചിക്കൻ കറിയാണ്. അതിൻ്റെ ടെമ്പറേച്ചർ എത്ര നേരം ഇളക്കിയാലാണ്, എത്ര നേരം, എന്ത് മസാല, വളരെ ഇന്ന ടീസ്പൂൺ ടേബിൾ സ്പൂൺ, വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻഡ് ആണ്. ഇന്ന സ്റ്റെപ്പിൽ ടൈം സ്റ്റാമ്പ് വെച്ച് പുള്ളി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് എ റീപ്രൊഡ്യൂസിബിൾ റിസൾട്ട്. പുള്ളി ചെയ്യുന്ന അതേ സാധനം നമുക്ക് കിട്ടും. ദാറ്റ്സ് എഞ്ചിനീയറിംഗ്. അതാണ് എഞ്ചിനീയറിംഗ്. പുള്ളി ഇറ്റ് ഈസ് എ സ്കെയിലബിൾ, ലൈക്ക് എല്ലാ ഡൊമൈനിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ്. ആൻഡ് ദാറ്റ് മൈൻഡ് സെറ്റ് ഇസ് വാട്ട് മാറ്റേഴ്സ്. അതാണ് നമ്മൾ ഇവിടുന്ന് പഠിക്കുന്നത്. അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന പേജിലുള്ള സാധനം ആരാണെന്ന് ആരും ചോദിക്കില്ല ജീവിതത്തിൽ. അതിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ ഹോസ്റ്റലേഴ്സ് ആയിരുന്നോ നിങ്ങൾ? ഞാൻ ഹോസ്റ്റലറായിരുന്നു. അപ്പം ഹോസ്റ്റൽ എക്സ്പീരിയൻസ്? അയ്യോ, ഞാൻ എല്ലാ ഹോസ്റ്റലിലും ഇങ്ങനെ ചാടി ചാടി നടക്കുന്ന എനിക്കങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതില്ല. അപ്പോൾ MHലും ഞാൻ നിൽക്കാറുണ്ട്. ഇവിടെ ഒരുപാട് അറക്കിൽ ഒരുപാട് പേര് ഇങ്ങനെ ഭയങ്കര കിടിലം പേരുകളുള്ള കുറേ ഹോസ്റ്റലുകളുണ്ടല്ലോ. അതിലെല്ലാം കയറി ആൾക്കാരുടെ അടുത്ത് വെറുപ്പിക്കാറുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അവർ തമ്മിലുള്ള ഒരു ഒത്തൊരുമ, that's really cool. That stays even beyond college. That is the few things that stay. കോളേജ് ലൈഫ് ആണോ ഹോസ്റ്റൽ ലൈഫ് ആണോ നല്ലത്? രണ്ടും. അത് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. എടാ കോളേജിൽ കാണുന്ന അതേ ആൾക്കാരെയാണ് നമ്മൾ ഹോസ്റ്റലിലും കാണുന്നത്. എടാ നാളെ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഇന്ററാക്ഷനിൽ എല്ലാ ദിവസവും വരുന്ന കാര്യമാണ്. അതിനകത്ത് 4 മണിക്ക് കോളേജ് തീരുന്നു എന്നുള്ള ഫീലില്ല. കോളേജ് ഇസ് എക്സ്റ്റെൻഡഡ്. ഈ ക്യാമ്പസ് മാത്രമല്ല ഈ പറഞ്ഞ ചെങ്ങന്നൂർ മുഴുവൻ നമ്മുടെ ക്യാമ്പസാണ്. അല്ലാണ്ട് ഈ 4 വാതിലിനകത്ത് നിൽക്കുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ കോളേജ് കഴിഞ്ഞ ഒരു എക്സ്റ്റൻഷനാണ് ഹോസ്റ്റൽ. ഇറ്റ്സ് നോട്ട് ആൻഡ് പൊളിറ്റിക്സ്, ലൈക്ക് എല്ലാ സാധനങ്ങളും ഈസ് ഇന്റർട്വൈൻഡ് വിത്ത് കോളേജ്. കോളേജിൽ നടക്കുന്നത് ഓർഗനൈസ് ചെയ്യുന്ന ഹോസ്റ്റൽസ് ആണ്. മനസ്സിലായി? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കോളേജ്. ഹോസ്റ്റൽസ് ആർ പാർട്ട് ഓഫ് കോളേജ്. അപ്പോൾ നമുക്കതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് തോന്നിയിട്ട് പോലുമില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ ഈ അത്രയും സ്ട്രക്ചർ ഒന്നും ഇല്ലായിരുന്നല്ലോ കോളേജിലും ബിൽഡിംഗ് ആയാലും ഒക്കെ, പഴയ ആ ഒരു കാലം. അപ്പം ഫേവറേറ്റ് സ്പോട്ട് ഏതായിരിക്കും CC? അങ്ങനെ സ്പോട്ടുകളൊന്നും ഇല്ല എനിക്ക്. എല്ലാ സ്പോട്ടും റൂം ഉണ്ട്, അതെനിക്ക് ഇഷ്ടമാണ് അവിടെ പോയിരിക്കാൻ. പിന്നെ ഫാബ് ലാബ് അത് ഇനി പറയാൻ പാടുണ്ടോന്ന് അറിയില്ല. പറ്റില്ലെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞോ. ഞാൻ അതല്ല ഞാൻ പറയാൻ പോകുന്ന സാധനം കോൺട്രവേഴ്ഷ്യൽ ആണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ കിടക്കാറുണ്ട്. ഞാൻ ഫാബ് ലാബിൽ കിടന്ന് ഉറങ്ങാറുണ്ട്. അത് പെർമിഷനൊക്കെ മേടിച്ചിട്ടൊക്കെയാണ്, ചിലപ്പോൾ ഇല്ലാണ്ടും. പക്ഷേ ഞാൻ അവിടെ കാരണം പ്രൊജക്റ്റുകൾ ചെയ്യണം, ഡെഡ് ലൈൻ ഉണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എടാ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനും കളിക്കാനും പഠിക്കാനുള്ള സാധനങ്ങളാണ്. അത് നമ്മൾ ഉപയോഗിച്ച് പഠിക്കണം. മീൻവൈൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ തന്നൊരു ഈ ഒരു എൻ്റയർ സ്ട്രക്ചറിലെ ഒരു പോർഷനാണ് ഫാബ് ലാബ്. നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് അൺലിമിറ്റഡ് ഓഫ് ഇതാണ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവിടെ. നമുക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടാത്ത കുറേ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും. അതിൻ്റെ മെയിൻ ഗുണം വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ നിങ്ങൾ മൈൻഡിൽ തിങ്ക് ചെയ്യുന്ന ഒരു സാധനം ഒരു പ്രൊഡക്റ്റായിട്ട് എങ്ങനെ മാറണമെന്നുള്ളത് നമുക്ക് ആ ഒരു ഫാബ്രിക്കേഷൻ ലാബിൽ നിന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ മാത്രമാണിത്. പക്ഷേ എന്താ പറയുക, കുറേ അധികം ബേസിക് നോളജ് നമുക്ക് ഇന്ന സാധനങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു 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 സ്ട്രക്ചർ കിട്ടുന്നത് നമുക്ക് ബേസിക്കലി ഫാബ് ലാബിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞായറാഴ്ച ഉൾപ്പെടെ വീട്ടിൽ നിന്ന് ചോദിക്കും, നിനക്കിന്ന് ഞായറാഴ്ചയായിട്ട് കോളേജിൽ പോകണോടാ, ഫാബ് ലാബ് പണിയുണ്ട്, വർക്കുണ്ട്, അതുണ്ട് വർക്ക്. ഞാൻ മിക്കവാറും ഇവിടെ വരാറുണ്ട്. ഞാൻ മാത്രമല്ല, തുഷാറും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ IEEE മാത്രമല്ല, ബാക്കി കോളേജിൻ്റെ ചില ഫംഗ്ഷൻസ് വരുമ്പോഴാണെങ്കിലും നമ്മുടെ അടുത്ത് പറയും ഫാബ് ലാബ് യൂസ് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക അതിന്. നമുക്ക് ഉള്ള റിസോഴ്സസ് എല്ലാം ഫാബ് ലാബ് മാത്രമല്ല, ഇവിടെ കുറേ അധികം ലാബുകളുണ്ട്. കമ്മ്യൂണിക്കേഷൻ ലാബ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അതെല്ലാം നമ്മുടെ ഫ്യൂച്ചർ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക.
ബേസിക് ഒരു. സോ ചേട്ടൻ KTUവിൻ്റെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നല്ലേ അതെ. കോളേജ്? ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ആദ്യമേ വന്ന്? KTUവിൻ്റെ ഫസ്റ്റ് ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഞാൻ സെക്കൻഡ് ഇയറിലാണ് വരുന്നത്. ഞാൻ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഞാൻ ലാറ്ററൽ എൻട്രി എഴുതി സെക്കൻഡ് ഇയറിലാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റയർ കൂട്ടമായിട്ടിരിക്കുന്നതിനകത്തോട്ട് പുതുതായിട്ട് അപ്പോൾ എല്ലാവരും അവിടെ ഒരു പുതിയ പയ്യൻ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു പുതിയ പയ്യനുണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഞാൻ വന്ന ടൈമിൽ യൂണിഫോം ഇല്ല, ജസ്റ്റ് കളറിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ കളർ ഇട്ടുകൊണ്ട് വന്ന ദിവസം ഒരു സീനിയർ വിളിച്ചു, നമ്മുടെ IEEE ഞങ്ങൾ അന്നത്തെ ചെയറായിരുന്നു ഹരി എന്ന് പറഞ്ഞിട്ട്, പുള്ളി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് നീ എന്താ കളർ ഇട്ടുണ്ടെന്ന് ഞാനിതുപോലെ. അപ്പോൾ എൻ്റെ കൂടെ +2 പഠിച്ച വേറൊരു പയ്യൻ അന്നേരം അവിടെ അവരുടെ ബാച്ചിൽ തന്നെ എൻ്റെ അടുത്ത് നീ ഹരി ഇന്നാളല്ലേ, ഓക്കെ എൻ്റെ അടുത്തൊന്ന് വന്നതല്ലേ? അതെ, ഇതെല്ലാം നമ്മുടെ ബാച്ചാ, നീ പൊക്കോ. അപ്പം അന്ന് അവർ സീനിയേഴ്സുമായിട്ടുള്ള ഒരു ഇത് തീർന്നു. കമ്മിങ് ടു KTU ഞങ്ങൾക്കൊരു എന്താ പറയുക പെർഫെക്റ്റ് ഇതില്ലായിരുന്നു. എന്താ പറയുക, ഒരു എന്താ പഠിക്കേണ്ടതെന്നുള്ള അറിയില്ല, പിന്നെ കുറേ സപ്ലികൾ, പിന്നെ അതെല്ലാം എഴുതിയെടുക്കാനുള്ള ഒരു ഇത്. അതിൻ്റെ ഇടയ്ക്ക് കൊറോണ, വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഒരു സ്ട്രഗ്ലിങ് തന്നെയായിരുന്നു. അന്നാണ് നമ്മുടെ ആസ് എ CCN നമ്മുടെ കുട്ടികൾക്ക് എന്തുമാത്രം ഔട്ട്പുട്ട് ഉണ്ടെന്നുള്ളത്. അവർ ഓരോന്ന് കോർഡിനേറ്റ് ചെയ്യുന്നു, ഓരോ ഹെൽപ്പുകൾ ചെയ്യുന്നു, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ വർക്ക് ചെയ്യുന്നു. ഞങ്ങളൊക്കെ റീഹാബിലിറ്റേഷന് പോയിട്ടുണ്ട്, KCBയുടെ കൂടെ രാജ് സാറ് ഞങ്ങളെല്ലാം പോയിട്ടുണ്ട്. തുഷാറും ഒരു എനിക്ക് തോന്നുന്നു ഓരോ ബാച്ചസ് ആയിട്ടായിരുന്നു. ഞങ്ങളൊരു ബാച്ച്, അങ്ങനെ പല ബാച്ചസ് ആയിട്ട് പല ഇലക്ട്രിക്കൽ വർക്ക്, പ്ലംബിംഗ് വർക്ക്, അല്ലാതുള്ള എല്ലാ വർക്കുകൾക്കും. അപ്പം KTU ഈസ് സംതിങ് ന്യൂ ടു അസ്. ആൻഡ് എനിക്ക് തോന്നി ഇപ്പോഴും KTUവിൻ്റെ ചില പഴയ നോട്ട്ബുക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ നോട്ടുകളായിരിക്കും ഇപ്പോഴും അവിടെ കിടക്കുന്നത്. ഞങ്ങളുടെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന നോട്ടായിരിക്കും, ഞങ്ങളുടെ നല്ലപോലെ പഠിച്ച് ക്ലാസ്സിൽ കേട്ട് ഇരുന്ന് നോട്ട് എഴുതുന്ന പറഞ്ഞാൽ മാത്രം നോട്ടുകൾ കാണും ഇപ്പോഴും അവിടെ. കംപ്ലീറ്റ്ലി ന്യൂ ആയിരുന്നു, ഒരു പുതിയൊരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ന്യൂ ആയിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് കമ്പനി ആയത്? ത്രൂ IEEE. ലൈക്ക് ഞാൻ റാസിൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ റോബോത്തോൺ നടത്തിയ പിന്നെ ഇവരെ ഞാൻ അതിലേക്ക് കൊണ്ടുവന്നു. അവർ വന്നു, പിന്നെ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ അവർ നെക്സ്റ്റ് ലെവൽ ഓഫ് റോബോത്തോൺ നടത്തി. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഫൈനൽ റോബോത്തോൺ നടത്തിയിരുന്നത് ഞാൻ ജനറൽ കോർഡിനേറ്റർ ആയിരുന്നു, ഇവരായിരുന്നു തോന്നുന്നു. 5.0 6.0 നടത്താൻ എല്ലാം പ്ലാൻ ചെയ്തപ്പോൾ എന്തോ പാൻഡമിക് കാരണം നമുക്ക് പറ്റിയില്ല. സോ ഫൈനൽ നടത്തിയ ബാച്ചുകളാണ്. പക്ഷേ ഇറ്റ് ഈസ് ഗുഡ് മീൻസ് ഒരു വാസ്റ്റ് പ്രോഗ്രാമായിരുന്നു, നാഷണൽ ലെവലിൽ റെക്കഗ്നൈസ് ചെയ്ത ഒരു വാസ്റ്റ് പ്രോഗ്രാമായിരുന്നു. അത് യൂണിറ്റി നമ്മുടെ IEEE ആസ് എ നോട്ട് ഓൺലി റാസ് എല്ലാവരും കൂടെ ചേർന്ന് നടന്ന ഒരു പ്രോഗ്രാം. PES ആണെങ്കിലും V ആണെങ്കിലും റാസ് ആണെങ്കിലും IAS ആണെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന് യൂണിറ്റ് ആയിട്ട് നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഒരു PESൻ്റെ കോൺക്ലേവ് നടന്നു ഇവിടെ IEEEയുടെ. അത് ഓൾ ഇന്ത്യ കേരള ലെവൽ PES കോൺക്ലേവ് ആയിരുന്നു ഇവിടെ. അതും നല്ല വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷനായിരുന്നു. കുട്ടികളെ പല കോളേജിൽ നിന്ന് വരുന്ന മെമ്പേഴ്സിനെ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാനും ഹോസ്റ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇതായിരുന്നു. അധികം ലൈക്ക് IEEEയിലേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ജോയിനിങ് ആണ്. ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഇയർ ജൂനിയർ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, നമുക്കൊരു ജോയിനിങ് ആണ്. എല്ലാവരും ഒരു ഫാമിലി പോലെ ഒരു എന്താ പറയുക ഒരു യൂണിറ്റി ആയിട്ട് എല്ലാം ചെയ്യുക എന്നുള്ളത് ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു ഇതായിരുന്നു. അപ്പം നമുക്കിനി സ്പോർട്സും ആർട്സും അങ്ങനെയുള്ള സംഭവത്തിലോട്ട് വന്ന അതിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ സ്പോർട്സിലും ആർട്സിലും ഒന്നും ഇല്ലായിരുന്നു. അത് കാരണം എനിക്ക് ആകപ്പാടെ ഉണ്ടായിരുന്നത് ഫോട്ടോഗ്രാഫർ ആയിട്ടാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അത് അന്ന് എനിക്ക് ഇതൊരു പാഷനായിട്ട് എടുക്കണം എന്ന് തീരുമാനിച്ചതും കോളേജിൽ നിന്നാണ്. അന്ന് ഞാൻ ഒരു DSLR എടുത്ത്
ഇറങ്ങും, എല്ലാവരുടെയും ഫോട്ടോ എടുക്കും. എന്നിട്ട് അവസാനം ദിവസം കഴിയുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് വരും ചോദിക്കും ഫോൺ നമ്പറും കൊണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഫോൺ നമ്പറായി ആൾക്കാരുടെ. അങ്ങനെ ഫോൺ നമ്പർ മേടിക്കാൻ നല്ല മാർഗമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഫോട്ടോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ DSLR-ന്റെ ആവശ്യം വരാറില്ല. പക്ഷേ ഞാൻ അത് ആ ഒരു പാഷൻ ഡെവലപ്പ് ആയത് ഇതുപോലുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ്, അതിന് ഓക്സിലറി ആയിട്ടുള്ള കാര്യങ്ങളൂടെ അതിനോട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ CC5 പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ നിങ്ങൾ ആർട്സ് മറ്റേ നല്ല ഡിസൈനേഴ്സും നല്ല വീഡിയോ എഡിറ്റേഴ്സും എഡിറ്റേഴ്സും ഇവരെല്ലാവരും ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഇതിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ ഇത്രയും ആർട്സിനും സയൻസ് സ്പോർട്സിലൊന്നും കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ അതിലൂടെ ഇറങ്ങാറില്ല. ഞാനും ഇറങ്ങിയിട്ടില്ല ആർട്സിലോ സ്പോർട്സിലോ ഒന്നും. ഞാനും ബേസിക്കലി ഞങ്ങൾക്കന്നൊരു എന്താ പറയുക, ഒരു ബാച്ച് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ അത് റോജനായിരുന്നു ലീഡ്. നല്ല അടിപൊളി ഒരു ക്യാമറ ഒക്കെ ആയിട്ട് പഴയ ബെൻസ് പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു 1D Mark II. ആ സാധനം അതിന് തന്നെ ഏകദേശം ഒരു നല്ല കോസ്റ്റ് ഉള്ള ഒരു സാധനം. അത് വെച്ചിട്ട് ഞങ്ങൾ കാണിക്കുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഞങ്ങളുടെ എല്ലാ ഇവൻറ്റിൻ്റെയും ഒരു അവിഭാജ്യ ഘടകമായിരുന്നു റോജിൻ ആൻഡ് ഇറ്റ്സ് ക്യാമറ. അപ്പോൾ ഇപ്പോൾ CC-യിൽ ഉത്സവ് അശ്വ എന്നൊക്കെ പറഞ്ഞിട്ട് സ്പോർട്സും ആർട്സും ഒക്കെ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു. ആ സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നു? ഉത്സവ് അശ്വ ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷെ അത് പോസ്റ്റ് ചെയ്യുന്നതിനും ഒരു ഡിഫറെൻറ്റ് ലെവലായിരുന്നു. എനിക്കൊരു തമാശ പറയാം. ഞാൻ ഈ സ്പോർട്സ് ക്രിസ്മസിൻ്റെ പരിപാടിയായിരുന്നു അപ്പോൾ നടത്തിയത്. ക്രിസ്മസിൻ്റെ പരിപാടിക്ക് ഞങ്ങൾ ക്രിസ്മസ് പാപ്പ ട്രെയിൻ ഇറങ്ങിയാണ് വരുന്നത്. ഓക്കെ, ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി വരുന്ന വീഡിയോ എടുത്ത് ഞങ്ങളൊരു ചെറിയ ഇതുപോലെയാണ് പ്രൊമോ വീഡിയോ ഉണ്ടാക്കി. അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ പോയിരുന്നു. എന്നിട്ട് വീഡിയോ എടുത്ത് കോളേജിൻ്റെ ഗേറ്റ് ഇങ്ങനെ തള്ളി തുറന്ന് കയറുന്നത് വരെയാണ് ഷോട്ട് തീരുന്നത്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ വീഡിയോ അത് ഞങ്ങളല്ല ഇറക്കിയത്, പൂരടി, എല്ലാരും കൂടെ ചാറപറടി. അപ്പൊ പള്ളിയിലച്ചന്മാരൊക്കെ ഏതോ ഒരു വള്ളി കയറി ബോളിലോട്ട് പിടിച്ച് കയറുന്ന വീഡിയോ ഒക്കെ ഇറക്കി ഇവന്മാര് ആഫ്റ്റർ വീഡിയോ ഇറക്കി. അതായിരുന്നു പ്രോമോ വീഡിയോനേക്കാളൊക്കെ ഇടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയായിരുന്നു പരിപാടി. വളരെ കലാപരമായിട്ടുള്ള ഇവന്റ്സ് ആയിരുന്നു, വളരെ രസമായിരുന്നു. സോ ഈ ആർട്സും സ്പോർട്സും അല്ലാതെ അപ്പം എന്തൊക്കെയായിരുന്നു യൂണീക്ക് പ്രോഗ്രാംസ് കോളേജിൽ നടന്നത്? ഞാൻ കോളേജിൽ അധികം നാള് ഡ്യൂട്ടി ലീവ് എടുത്തിട്ട് വേറെ കോളേജിൽ പോകുന്നതിലായിരുന്നു എൻ്റെ ഒരു മെയിൻ. ഞാൻ ഈ കോളേജിൽ അധികം നാള് എന്ന് പറഞ്ഞാൽ അതും ഈ കോളേജിൽ തന്ന ഒരു സന്തോഷം, ഒരു പെർമിഷനാണ്, സ്വാതന്ത്ര്യമാണ്. ഞാനിങ്ങനെ കുറേ ഡ്യൂട്ടി ലീവ് എടുത്തിട്ട് കുറേ സ്ഥലത്തൊക്കെ പോകും, വേറെ കോളേജുകളിലൊക്കെ പോകും. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഇവൻറ്റ്സ് ഒക്കെ നടക്കാറുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ IEEE ആണ് എൻ്റെ മെയിൻ ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ IEEE ഫാബ് ലാബ്, പ്രൊഡക്റ്റ്, IEDC ഇവരായിട്ടൊക്കെ ഒരു കൊളാബറേഷൻ ഉണ്ട്. ഇവരൊക്കെ ഓരോ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കും. അങ്ങനെ IEEE ആൾക്കാർ IEDCക്ക് വേണ്ടി വർക്ക് ചെയ്യില്ല എന്നൊന്നുമില്ല, നമ്മളെല്ലാത്തിനും അപ്പോൾ അവരുടെ കുറേ പരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മൾ മുൻകൈയിൽ നിന്ന് അവരെ സഹായിക്കുകയും IEEE പരിപാടി ഇല്ലെങ്കിൽ അവരുടെ പരിപാടിക്ക് പോകും, അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. ആക്റ്റീവ് ആണ് എപ്പോഴും. അടുത്ത ആഴ്ച എന്ത് പരിപാടി എന്നാണ് സംസാരം. അടുത്ത ആഴ്ച നമുക്ക് ഇനി നമ്മുടെ താഴെ ഒരു നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ ഓഫീസിന്റെ ഇപ്പുറത്ത് ഒരു വലിയ നോട്ടീസ് ബോർഡ് ഉണ്ടാവും. അതിൽ എപ്പോഴും കാണും ഒരു പോസ്റ്റർ ഇന്ന ആഴ്ച ഉണ്ടാവും, ഇന്ന ആഴ്ച ഉണ്ടാവും. And that's something to look forward to. Okay, ആ റോബോത്തോട് അടുത്ത കൊല്ലം വരുന്നുണ്ട്, ഏടാ എന്തൊക്കെ നമുക്ക് ചെയ്യണം, അതൊക്കെ ചർച്ചയിൽ വരുന്ന കാര്യങ്ങളാണ്. മനസ്സിലായി, നമ്മൾ എന്ത് ചെയ്യും ഫ്രം സ്ക്രാച്ച്, എന്ത് സാധനം വാങ്ങിക്കണം, എന്ത് ഫുഡ് കൊടുക്കണം, ഇവിടുന്ന് ഫുഡ് വാങ്ങണം എന്നുള്ളത് പോലും ഓർഗനൈസ് ചെയ്യാനായിട്ട് ലീഡ് ചെയ്യാനും ഒക്കെ. ആ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ട്രാൻസ്ഫറബിൾ ആണ്. ഞാൻ അവിടെ ചെന്നിട്ടും ആൾക്കാരുടെ അവിടെയുണ്ട് ഇതുപോലത്തെ ഒരു ഓർഗനൈസേഷനിൽ ഞാൻ കയറി, യുണൈറ്റഡ് AI എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബിൽ കയറി. അവർക്ക് വേണ്ടി ഞാനൊരു ഇതുപോലൊരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്തു. സ്വിറ്റ്സർലൻഡിൽ സേണിലോട്ടാണ് പോയത്. സേണിൽ മറ്റേ ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ. ആ രാജ്യത്ത് സംസാരിക്കുന്നത് ഫ്രഞ്ചായിരുന്നു. എനിക്ക് അക്ഷരം പോലും അറിയത്തില്ല. പക്ഷെ ഇത് തന്നൊരു കോൺഫിഡൻസ് വെച്ച് 35 പേര്, ജർമ്മൻസ് ഇൻക്ലൂഡ്, ഒരുപാട് 35 പേരെ കൊണ്ട് ഞങ്ങൾ സേണിൽ പോയി. ലാർജ് ഹൈഡ്രോൺ കൊളൈഡർ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ വായിച്ച സാധനമാണ്. ഞങ്ങൾ അവിടെ പോയി കണ്ടു. ഈ പോവാത്തൊരു രാജ്യത്ത് നിന്ന്, പോവാത്ത ആരെയോ എനിക്ക് പരിചയമില്ലാത്ത 35 പേരെ വെച്ച് ഞാനത് ഓർഗനൈസ് ചെയ്തു. എന്തുകൊണ്ടാണ്? ഇവിടുന്ന് ചെയ്ത എക്സ്പീരിയൻസ് എനിക്കുള്ളതുകൊണ്ട്. ആ ഒരു നൈവ് കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞിരിക്കട്ടെ. അതിൽ നിന്ന് കുറേ പഠിക്കാനും നമുക്ക് പറ്റും. പക്ഷേ കണക്ട് ചെയ്യാൻ എനിക്കറിയാം. ഫ്രഞ്ച് എനിക്കറിയില്ലെങ്കിൽ
ഫ്രഞ്ച് അറിയുന്ന ഒരാളെ ഞാൻ കണ്ടുപിടിച്ച് അയാളെ കൊണ്ട് വിളിപ്പിച്ചു എനിക്ക് ഈ റൂം ബുക്ക് ചെയ്യാനായിട്ട്. അത് മനസ്സിലായ, ദാറ്റ് ഇസ് ദ സ്കിൽ യു ഗെറ്റ്, ദാറ്റ് ഇസ് ദ സ്കിൽ യു ഗെറ്റ്. അത് വളരെ ട്രാൻസ്ഫറബിൾ ആണ്, ഇതിൽ മാത്രം നിൽക്കുന്ന സാധനമല്ല. ഇപ്പം പണ്ടത്തെ ഇവൻറ്റ്സ് വെച്ച് നോക്കുമ്പം ഇപ്പോഴും CEC-യിൽ ലൈക്ക് അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഇവൻറ്റ്സ് ഉണ്ടോ? CEC-യിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ പറഞ്ഞ റോബത്തോൺ ഒരു ലെഗസിയാണ്, അതെനിക്ക് കീപ്പ് ചെയ്യണമെന്ന്. അത് ഇല്ലാണ്ടായി പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. റോബത്തോൺ 6.0 നടക്കാണ്ടിരുന്നത് ദർ ബിൻ മൾട്ടിപ്പിൾ റീസൺസ്, ലൈക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്, പാൻഡമിക് മാത്രമല്ല. ആൻഡ് ദാറ്റ് ആക്ച്വലി ഹേർട്ട് അസ്. നമുക്കിതിനൊരു ലെഗസി ഇല്ലാണ്ടാവുക എന്നുള്ളൊരു, ഇതിനടുത്തൊരു ടേം നമുക്ക് അടുത്തൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല, അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ then Revathon game took its place and even has the same aesthetics, like design wise and the motivation wise, same vibe എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു യൂണിഫോം ഇട്ട് നിങ്ങൾ എല്ലാവരും നിൽക്കണം കാണാൻ എന്ത് രസമാണെന്നറിയോ. ദാറ്റ് ഗിവ്സ് മീ ലൈക്ക് ആ മിസ് ഔട്ട് ആയ ഫീൽ ഇപ്പോൾ ഇല്ല. എനിക്ക് അത് നടത്തുന്നത് പോലെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ മുമ്പിലോട്ട് പോകുന്നുണ്ടെന്നുള്ള ഐ എം റിയലി ഹാപ്പി, ഹോപ്പ്ഫുൾ ദാറ്റ് വിൽ കണ്ടിന്യൂ ഫർദർ. ഇറ്റ്സ് റിയലി കൂൾ. അപ്പോൾ നമ്മൾ ഒത്തിരി സമയം സംസാരിച്ചു. അപ്പം ഒരു ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് എന്തായിരിക്കും കേൾക്കുന്ന എല്ലാവർക്കും, ടു ഓൾ CECians? യുണൈറ്റ് ആയിട്ട് നിൽക്കുക, നോട്ട് വിത്ത് IEEE, RAS or PES or V somewhere, എല്ലാം യുണൈറ്റ് ആയിട്ട് ചെയ്യുക. മോർ യൂസ്ഫുൾ ആൻഡ് എന്താ പറയുക, മോർ മെമ്മറബിൾ, മോർ എനർജറ്റിക് ഫങ്ഷൻസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്രോഗ്രാംസ് കൊണ്ടുവരിക, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരിക. നമ്മുടെ ഒരു പ്രോഗ്രാമിന് ഒരാൾ കയറി കഴിഞ്ഞാൽ അവന് ഒരു എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് എന്തെങ്കിലും അവൻ്റെ ത്രൂ ഔട്ട് ദ ലൈഫ് എന്തെങ്കിലും കൊണ്ടുപോകാൻ ഒരു ഔട്ട്പുട്ട് കിട്ടത്തക്ക രീതിയിൽ കൊണ്ടുപോവുക എന്ന പ്രോഗ്രാംസ് ഷെഡ്യൂൾ ചെയ്യുക. അതുപോലെ തന്നെ നോട്ട് ഓൺലി ഫോർ ദ ഔട്ട്കമേഴ്സ്, നിങ്ങൾക്കും ഇൻ ഫ്യൂച്ചർ ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ മോർ പ്രൊഡക്റ്റീവ് ആവാൻ ഇതാകുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ദാറ്റ്സ് ഫ്രം മീ. എനിക്ക് മറ്റേ 3 Blue 1 Brownൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. യൂട്യൂബ് ചാനലാണ്, വളരെ നല്ല യൂട്യൂബ് ചാനലാണ്. പുള്ളിയുടെ വലിയൊരു ഫാനാണ് ഞാൻ. പുള്ളി ഒരു സർവൈവർ ബയാസിനെ പറ്റി പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒന്നും ആയി എന്നല്ല ഞാൻ പറയുന്നത്, ഐ എം ജസ്റ്റ് എ സ്റ്റുഡൻറ്റ് ജസ്റ്റ് ലൈക്ക് യു ആർ. ബട്ട് നമുക്ക് ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ പ്രീച്ച് ചെയ്യാനായിട്ടുള്ളൊരു അതോറിറ്റി ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് നോട്ട് ട്രൂ. അതൊരു സർവൈവർ ബയസാണ്. നമ്മൾ വെരി ടോപ്പിൽ ഇപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ആ പുള്ളി പറയുന്ന എക്സാമ്പിൾ ഇതാണ്. ഒരു ലോട്ടറി കിട്ടിയ ആൾ സ്റ്റേജിൽ വന്ന് പറയാണ്, എടാ കണ്ടോ, ഡോണ്ട് ലൂസ് ഹോപ്പ്, ലോട്ടറി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കോടീശ്വരന്മാരാവും എന്ന് ആ പുള്ളി പറയുന്നത്. എത്ര 0.001% ആളാണ് ഈ പറയുന്നത്. അതും ഭാഗ്യം കൊണ്ട് പുള്ളി കിട്ടിയതാണ്, പുള്ളിയുടെ ടാലൻറ്റ് പോലും ആയിരിക്കണം എന്നില്ല. ആൻഡ് ദർ ഇസ് ഇന്യൂമറബിൾ നമ്പർ ഓഫ് ലക്ക് ടു ബി ഇൻ യുവർ വേ ആൻഡ് പ്രിവിലേജ്. ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഒന്നിച്ച് വരുമ്പോഴാണ് ഇത് വരുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സക്സസ് ഇൻ എനി ഫോം വുഡ് കം. ആൻഡ് ഇറ്റ്സ് നോട്ട് സോൺലി യുവർ എഫേർട്ട് ദാറ്റ് മാറ്റേഴ്സ്, ആൻഡ് ഇറ്റ്സ് അബൌട്ട് ദ പീപ്പിൾ അറൗണ്ട് യു. ഒരുപാട് പേര് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ കോളേജ് നല്ലൊരു സ്ഥലമാണ് ടു എക്സ്പെരിമെൻറ്റ് ആൻഡ് ഫെയിൽ ബെറ്റർ. തോറ്റോട്ടെ, കുഴപ്പമില്ല, അടുത്തത് ഇതിൽ നിന്ന് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക. എൻ്റെ മൊത്തത്തിലുള്ള ഫിലോസഫി അതായിരുന്നു കോളേജ് ത്രൂ ഔട്ട്. എനിക്ക് തോക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു. പരിപാടി നടന്ന് ഞാൻ അന്തസ്സായിട്ട് പൊട്ടും, പക്ഷേ അതിൽ നിന്ന് ഞാൻ പഠിക്കും, അത് അടുത്ത പ്രാവശ്യം ഇതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. ആൻഡ് ദാറ്റ് ദി കോളേജ് ഗിവ്സ് ദാറ്റ് ഫ്രീഡം ടു ഫെയിൽ, വെയർ കോർപ്പറേറ്റ് വേൾഡ് വോണ്ട് ഗിവ് യു ദാറ്റ് റൂം ഫോർ ഫെയിലിംഗ്. അതാണ് നിങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട സാധനം. നിങ്ങൾക്ക് ഇവിടെ ഫെയിൽ ചെയ്യാനായിട്ട് ഒരു പ്രശ്നവുമില്ല. ദർ ഇസ് നോ കൊളാറ്ററൽ ഡാമേജ് ഇൻവോൾവ്. തോറ്റോ, എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾ തോറ്റോ, ഒരു കുഴപ്പമില്ല. ദെൻ ഫെയിൽ അഗൈൻ, ഫെയിൽ ബെറ്റർ, ഫ്രം ദ ഫേമസ് കോട്ട് ദാറ്റ് ഐ യൂഷ്വലി സേ, ഫെയിൽ ബെറ്റർ ടു ഗെറ്റ് ബെറ്റർ. ഫെയിൽ ബെറ്റർ, അടുത്ത പ്രാവശ്യം എന്ത് പഠിക്കാം നമുക്ക്. ദാറ്റ്സ് ഹൗ യു ലേൺ. അപ്പോൾ ഇപ്പം ഇങ്ങനൊരു പോഡ്കാസ്റ്റ് വന്നതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്? എന്നെ അവര് എന്താണ് ആംബുഷ് ചെയ്തിട്ടാണ് ഇതിനകത്ത് കയറ്റിയത്. ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്. അത് കാരണം പക്ഷെ ഞാൻ സാധാരണ കോൺവെർസേഷൻ ഉണ്ടാകുന്ന പോലെ ഞാൻ സംസാരിക്കുന്ന പോലെയാണ് ഞാൻ സംസാരിച്ചത്. എനിക്ക് എനിക്കിതിനകത്ത് ഒരു അതോറിറ്റി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഐ എം ജസ്റ്റ് സേയിങ് ആസ് എ ഫ്രണ്ട്. എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ
ഞാൻ നിങ്ങളുടെ ഒരാളാണ്. ഐ എം ജസ്റ്റ് വൺ ഓഫ്. ഞാൻ ചുമ്മാ സംസാരിക്കുന്നേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് ARCയുടെ പേരിലും CC5യുടെ പേരിലും താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ ഹോസ്റ്റിംഗ് മീ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ക്യാമ്പസ് സ്റ്റോറീസുമായിട്ട് CEC5 ഇനി വീണ്ടും വരും. സോ ടിൽ ദെൻ ഇറ്റ്സ് RJ Anna signing off. Stay tuned and get CEC5.